ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ ഫൈനലി മാൻ സിറ്റി ഡോണറുമായി സ്വന്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം താരത്തിന് പി എസ് സി വിടാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പി എസ് ജി നിലവിൽ ലൂയിസ് എൻറിക്കയുടെ പ്ലാനിൽ താരമില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് നിലവിൽ ടീം വിടേണ്ട വന്നു. എല്ലാവരുടെയും റിയാക്ഷൻ ഇത് തന്നെയായിരുന്നു, മാൻ സിറ്റി എടുത്തെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ആളൊരു ടോപ്പ് ക്ലാസ് ഗോൾ കീപ്പർ തന്നെയാണ്. നമുക്കറിയാം ആളുടെ ഒരു സേവിങ്ങിൻ്റെ എബിലിറ്റിയൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ആൾ എന്തുകൊണ്ടും ആൾക്ക് 26 വയസ്സുള്ളൂ. ആൾ ഓൾറെഡി പ്രൂവൺ ചെയ്താണ്. ആൾ അടിക്കാത്ത ട്രോഫികളില്ല നിലവിൽ. ഒട്ടുമിക്ക കളിച്ച എല്ലാ ടീമിലും അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം പി എസ് സിക്കൊപ്പം ട്രിബിൾ അടിച്ചിരുന്നു. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും ആ ഒരു മികച്ചൊരു നേട്ടം തന്നെയാണ് പുള്ളി സ്വന്തമാക്കിയത്. പുള്ളിയുടെ ഒരു കളി കൂടി ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ നമുക്കറിയാം പെപ്പ് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള ഒരു ഗോൾ കീപ്പറാണ് ആൾ നോക്കാറ്. പക്ഷേ ഡോണറുമ അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല. ആളുടെ സേവിങ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ആൾ ഒരിക്കലും ഒരു ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ അല്ല, നമുക്കറിയാം. പക്ഷെ എന്താണ് പെപ്പിന്റെ പ്ലാൻ? അല്ലെങ്കിൽ ഇനി മാൻ സിറ്റി പെപ്പിന്ന് വിട പറയാൻ പോണേണ് ഈ ഒരു സീസൺ കഴിയുമ്പോൾ പെപ്പ് പോകുമെന്നൊന്നും നമുക്കറിയില്ല. അതുപോലെ പ്രൂവൺ ആയിട്ടുള്ള ആൾ തന്നെയാണ്, നമുക്കറിയാം. യൂറോ കപ്പിലാണെങ്കിലും അതുപോലെ തന്നെ എ സി മിലാനിലൊക്കെ ആൾ കളിച്ചിട്ടുണ്ട്. കളിച്ച എല്ലാത്തിലും ആള് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രീമിയർ ലീഗിലും ആൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം പ്രീമിയർ ലീഗിൽ ആളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവുമെന്ന്. പിന്നെ എല്ലാവരും കാത്തിരുന്ന ഒരു ഡീലായിരുന്നു അലക്സാണ്ടർ ഇസാക്കിന്റെ. ഫൈനലി ലിവർപൂൾ ആരാധകർക്ക് ആശ്വസിക്കാം, താരത്തിനെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു ബ്രിട്ടീഷ് പേയ്മെന്റ് കൊടുത്താണ് ആളെ ടീമിൽ എത്തിച്ചേക്കണത്. നമുക്കറിയാം എല്ലാവരും റിയാക്ഷൻ തന്നെ. മറ്റുള്ള ടീമുകളെ നമുക്കറിയാം, അവരെല്ലാവരും പേടിച്ചിരിക്കണായിരിക്കും. കാരണം പുള്ളി ഒരു പ്രീമിയർ ലീഗ് പ്രൂവണാണ്. എന്തായാലും ഈ സീസൺ ലിവർപൂള് അടിച്ചിടും. അവർ തന്നെ ആയിരിക്കും മിക്കവാറും ട്രോഫി എടുക്കാൻ പോണെന്നാണ് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം ആള് ന്യൂക്കാസിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് നമുക്കറിയാം. അവിടെ നിന്ന് ടീം വിടൂലെന്നുണ്ടായിരുന്നു. അവർക്ക് വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ കിട്ടിക്കിനെയും കൂടി കൊണ്ടുവന്ന ഒരു ഡബിൾ സ്ട്രൈക്കർ വെച്ച് കളിക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് ലിവർപൂൾ ഇങ്ങാട് ആ പ്ലാൻ ഏറ്റെടുത്ത പോലെ ആയിരുന്നു. അവർ രണ്ടുപേരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു അറ്റാക്കിംഗ് തന്നെ ഉണ്ട് നിലവിൽ ലിവർപൂളിന്. ആളുടെ പെർഫോമൻസ് ഒക്കെ ഗംഭീരമാണ്. നമുക്കറിയാം ആളുടെ ബോൾ കൺട്രോളും ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം ബിഗ് ടീമിനായിട്ടൊക്കെ അടിപൊളിയായിട്ടാണ് പുള്ളി എപ്പോഴും പെർഫോമൻസ് നടത്താറുള്ളത്. അപ്പൊ നിലവിൽ ലിവർപൂളിന്റെ അറ്റാക്കിംഗ് ഓപ്ഷൻസ് അവർക്ക് ഒരുപാടുണ്ടെന്ന് തന്നെ പറയാം. ഡബിളായിട്ട് സ്ട്രൈക്കർ വെച്ച് കളിക്കാം, അല്ലെങ്കിൽ സിംഗിളായിട്ട് കളിക്കാം. സോ നമുക്ക് എന്തായാലും ആളൊരു ബീസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. ലിവർപൂളിൽ വരുമ്പോൾ കൂടുതൽ ചാൻസുകൾ വരും. ആളിപ്പോൾ തന്നെ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആള് സ്ലോട്ടിന്റെ അണ്ടറിൽ എങ്ങനെയാണെന്ന് കാണാം. അത് മാത്രമല്ല, അവർ ഈ ഗുഹയ്ക്ക് വേണ്ടി നോക്കിയായിരുന്നു. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ആ ഡീൽ ഓഫായി പോയി. ഒരു ഹിയർ വി ഗോയും കാര്യങ്ങളൊക്കെ വന്നതാണ്. നമുക്കറിയാം ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ലിവർപൂൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൈസ വാരി എറിഞ്ഞിട്ടുണ്ട്. നിലവിൽ അവർക്ക് എവിടേക്കാണോ പ്ലേയേഴ്സിനെ വേണ്ടത് അവിടേക്ക് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടാവുള്ളൂ അവർ. പക്ഷെ അവരൊരു സെൻട്രൽ ബാക്കിന് വേണ്ടി നോക്കി. പക്ഷേ അത് ഡീല് നിലവിൽ ഓഫായി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റൽ പാലസിന്റെ കോച്ചിന് വേണ്ട ഒരു റീപ്ലേസ്മെന്റ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആള് ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു ട്രാൻസ്ഫർ വിൻഡോ തടയുകയാണ് ചെയ്തത്. ഇർവിഗോ വന്നതാണ്, 35 മില്യൻ്റെ എന്തോ ഒരു പാക്കേജ് ആയിരുന്നു. പക്ഷേ അവർക്ക് വേണ്ട രീതിയിൽ ഒരു ബാക്കപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവരത് തടഞ്ഞത്. അപ്പം ബാക്കിയുള്ള ഫാൻസ് എന്തായാലും ആശ്വസിക്കാം. കാരണം നല്ലൊരു ലീഡർഷിപ്പുള്ള സെന്റർ ബാക്ക് ആയിരുന്നു. നമുക്കറിയാം, ആൾക്ക് പ്രീമിയർ ലീഗ് അറിയാം. ക്രിസ്റ്റൽ പാലസിന്റെ ഒക്കെ ഒരു ലെജൻഡ് ആണെന്ന് തന്നെ പറയാം ആള്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്യാപ്റ്റൻ മെറ്റീരിയൽ കൂടിയാണ്. കമാൻഡിങ് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ എന്തുകൊണ്ടോ ആ ടീമിലേക്ക് പോയില്ല. അപ്പോൾ അടുത്ത സീസണിൽ ചിലപ്പോൾ ലിവർപൂൾ ഒന്നും കൂടി ട്രൈ ചെയ്യുമായിരിക്കും. കാരണം ആൾക്ക് 24 വയസ്സുള്ളൂ. ആളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ന്യൂക്കാസിൽ 70 മില്യൺ വരെയൊക്കെ പോയിട്ടും ക്രിസ്റ്റൽ പാലസ് കൊടുക്കാത്തൊരു പ്ലെയറാണ്. ഇപ്രാവശ്യം അവർക്ക് എന്തോ റീപ്ലേസ്മെന്റ് കിട്ടിയില്ല. അതുകൊണ്ടാണ് നിലവിൽ ഗുഹിനെ വിടാഞ്ഞത്. നമുക്കറിയാം ഇംഗ്ലണ്ടിലാണെങ്കിൽ ആളൊരു നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സീസണിലെ ആളുടെ കളി എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. നിലവിലപ്പോൾ ബാക്കിയുള്ള ഫാൻസിനും ഒരു ആശ്വാസം കൂടിയാണ്. കാരണം അവൻ മറ്റൊരു ലിവർപൂൾ പോലത്തെ ഒരു ബിഗ് ക്ലബിൽ പോയി കഴിഞ്ഞാൽ വാൻഡൈക്കിൻ്റെ ഒപ്പം കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു പെർഫെക്റ്റ് ആയിരിക്കുള്ളൂ ആള്. അപ്പോൾ ബാക്കിയുള്ള ടീമുകളുടെ പ്രാർത്ഥനയാണ് അതോ ഇനി ലിവർപൂളിന് ലാസ്റ്റ് ടൈമിൽ എന്തായാലും കൊണ്ടുവരാൻ പറ്റിയില്ല. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ അടുത്ത സീസണിൽ എന്തായാലും ലിവർപൂൾ താരത്തെ പൊക്കുക തന്നെ ചെയ്യും. പക്ഷെ നിലവിൽ വേറൊരു ലിവർപൂളിൽ നിന്ന് ഒരു താരം കൂടി പോയി, എലിയോട്ട്. നമുക്കറിയാം ആളിപ്പോൾ ഫൈനലി ആസ്റ്റൺ വില്ല അവരുടെ ടാർഗറ്റിനെ സ്വന്തമാക്കിയിട്ടുണ്ട്. ആളെന്തായാലും ഉണ്ണിയമേരിക്ക് പറ്റിയൊരു പ്ലെയർ തന്നെയാണ്. ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും
അത് നമുക്കറിയാം. ക്ലോപ്പ് ഉണ്ടായപ്പോൾ ക്ലോപ്പിന്റെ സിസ്റ്റത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പുള്ളിക്ക് പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു സ്ലോട്ടിന്റെ അണ്ടറിലാക്ക് ചാൻസുകൾ വളരെ കുറവാണ്. ഇപ്പോൾ വെഡ്സും കൂടി വന്ന സ്ഥിതിക്ക് ഒട്ടും ഇമ്പ്രൂവ്മെന്റോ അതുപോലെ ഒരു ഫസ്റ്റ് 11 ചോയ്സ് ഒന്നും കിട്ടില്ല. ആസ്റ്റൺ വില്ലയിൽ എന്തായാലും കിട്ടും. നമുക്കറിയാം ആൾ അത്യാവശ്യം എല്ലാ ട്രോഫികളും അടിച്ചിട്ടുണ്ട് ലിവർപൂളിന്റെ ഒപ്പം. അത്യാവശ്യം നല്ല പെർഫോമൻസും കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ലിവർപൂളിന്റെ കഴിഞ്ഞ കോച്ച് ഉണ്ടായിരുന്നപ്പോൾ ആളുടെ പെർഫോമൻസ് എന്തായാലും ക്ലോപ്പിന്റെ അണ്ടറിൽ വേറെ ലെവൽ തന്നെയായിരുന്നു. അപ്പോൾ ആസ്റ്റൺ വില്ലയിൽ പോയി എന്തായാലും ആൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം ആൾക്ക് ഫസ്റ്റ് 11 കിട്ടും. ആൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ആളുടെ കളി എങ്ങനെ ഉണ്ടാവും.